വെൽക്കം ടു മാത്സ് വേൾഡ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ടേബിളിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യമായി 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൈൻ തീറ്റ. അതിനെ ചുരുക്കി സൈൻ തീറ്റ, SIN തീറ്റ. ദെൻ കൊസൈൻ തീറ്റ, ചുരുക്കിയിട്ട് കോസ് തീറ്റ. Third one, tangent theta, tan theta. Fourth one, cosecant theta, cosec theta. Fifth one, secant theta, short form sec theta. Sixth one, cotangent theta, short form cot theta. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ടേബിളിൽ തീറ്റ ആംഗിൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇവയെല്ലാമാണ് തീറ്റയ്ക്ക് കൊടുത്തിട്ടുള്ള വാല്യൂസ്. റേഷ്യോസ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. ആദ്യമായി സൈൻ തീറ്റയുടെ വാല്യൂസ് നമ്മൾക്ക് എഴുതാം. അത് എഴുതാനുള്ള ഒരു ട്രിക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ 0 ഡിഗ്രിക്ക് താഴെ 0, 30 ഡിഗ്രിക്ക് താഴെ 1, 45 ഡിഗ്രിക്ക് താഴെ 2, 60 ഡിഗ്രിക്ക് താഴെ 3, 90 ഡിഗ്രിക്ക് താഴെ 4 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. അതിനുശേഷം ഓരോ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0/4, 1/4, 2/4, 3/4 ആൻഡ് 4/4. 0/4 0 ആകുന്നു. 1/4നെ 1/4 എന്ന് തന്നെ എഴുതാം. 2/4 1/2 ആകുന്നു. 3/4നെ 3/4 എന്ന് തന്നെ എഴുതാം. 4/4 1 ആകുന്നു. അടുത്തതായി 0, 1/4, 1/2, 3/4, 1 ഇവയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 0, 0. സ്ക്വയർ റൂട്ട് ഓഫ് 1/4, സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 1, 1. സ്ക്വയർ റൂട്ട് ഓഫ് 4, 2. 1/2. സ്ക്വയർ റൂട്ട് ഓഫ് 1/2, സ്ക്വയർ റൂട്ട് ഓഫ് 1 by square root of 2. Square root of 1, 1. 1 by root 2. Square root of 3/4. Square root of 3 by square root of 4. Square root of 3/2. Square root of 1, 1. Sin theta values. Sin 0 degree 0, sin 30 degree 1/2, sin 45 degree 1/√2, sin 60 degree √3/2, sin 90 degree 1. സൈൻ തീറ്റയുടെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഒരിക്കൽ കൂടി പറയാം. ആദ്യം തന്നെ 0 to 4 കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. അതിനുശേഷം ഓരോ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സൈൻ തീറ്റയുടെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോസ് തീറ്റയുടെ വാല്യൂസ് കിട്ടുന്നതിനായി സൈൻ തീറ്റയുടെ വാല്യൂസ് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ എഴുതാം, അതായത് തിരിച്ചെഴുതാം. കോസ് 0 ഡിഗ്രി 1, കോസ് 30 ഡിഗ്രി √3/2, കോസ് 45 ഡിഗ്രി 1/√2, cos 60 degree 1/2, cos 90 degree 0. അടുത്തത് ടാൻ തീറ്റ. സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ തീറ്റ കിട്ടുന്നു. Sin theta by cos theta is tan theta.
ടാൻ 0 ഡിഗ്രി ഈസ് സൈൻ 0 ഡിഗ്രി ബൈ കോസ് 0 ഡിഗ്രി. അതായത് 0/1. 0/1 0 തന്നെ ആകുന്നു. ടാൻ 30 ഡിഗ്രി വന്നിട്ട് സൈൻ 30 ഡിഗ്രി ബൈ കോസ് 30 ഡിഗ്രി ആകുന്നു. അതായത് 1/2 ഡിവൈഡഡ് ബൈ √3/2. 1/2 multiplied by reciprocal of √3/2, that is 2/√3. So 2 and 2 cancels, 1/√3. Tan 30 degree 1/√3 ആകുന്നു. Tan 45 degree sin 45 degree divided by cos 45 degree. 1/√2 divided by 1/√2 equals 1. Tan 45 degree 1 ആകുന്നു. Tan 60 degree is equal to sin 60 degree divided by cos 60 degree. √3/2 divided by 1/2. √3/2 multiplied by reciprocal of 1/2, 2/1. 2 and 2 cancels, which is equal to √3. അതിനാൽ tan 60 degree √3 ആകുന്നു. Tan 90 degree sin 90 degree divided by cos 90 degree. അതായത് 1/0. 0 കൊണ്ടുള്ള ഡിവിഷൻ സാധ്യമല്ലാത്തതിനാൽ tan 90 degree നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്തത് കൊസീക് തീറ്റ. കൊസീക് തീറ്റ 1/sin തീറ്റ ആകുന്നു. സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആകുന്നു കൊസീക് തീറ്റ. കൊസീക് 0 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് സൈൻ 0 ഡിഗ്രി 1/0. 0 കൊണ്ടുള്ള ഡിവിഷൻ സാധ്യമല്ല. അതിനാൽ കൊസീക് 0 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആകുന്നു. കൊസീക് 30 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് സൈൻ 30 ഡിഗ്രി. അതായത് 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1 വിച്ച് ഈക്വൽസ് 2. കൊസീക് 45 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് സൈൻ 45 ഡിഗ്രി. 1/√2ൻ്റെ റെസിപ്രോക്കൽ √2/1 വിച്ച് ഈസ് ഈക്വൽ ടു √2. സോ കൊസീക് 45 ഡിഗ്രി √2. കൊസീക് 60 ഡിഗ്രി ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ 60 ഡിഗ്രി. √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3. അതിനാൽ കൊസീക് 60 ഡിഗ്രി ഈസ് 2/√3. കൊസീക് 90 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് സൈൻ 90 ഡിഗ്രി. സൈൻ 90 ഡിഗ്രി 1. 1ൻ്റെ റെസിപ്രോക്കൽ 1. അതിനാൽ കൊസീക് 90 ഡിഗ്രി 1 ആകുന്നു. അടുത്തത് സീക് തീറ്റ. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ. സീക് തീറ്റയുടെ വാല്യൂസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി കോസ് തീറ്റയുടെ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ മതിയാകും. സീക് 0 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് കോസ് 0 ഡിഗ്രി. അതായത് റെസിപ്രോക്കൽ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. സോ സീക് 0 ഡിഗ്രി ഈസ് 1. Sec 30 degree reciprocal of cos 30 degree. √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3 ആകുന്നു. അതിനാൽ sec 30 degree 2/√3. Sec 45 degree reciprocal of cos 45 degree. 1/√2ൻ്റെ റെസിപ്രോക്കൽ √2/1 which is equal to √2. Sec 60 degree reciprocal of cos 60 degree. 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1
which is equal to 2. Seek 90 degree. റെസിപ്രോക്കൽ ഓഫ് കോസ് 90 ഡിഗ്രി, അതായത് സീറോയുടെ റെസിപ്രോക്കൽ 1/0 ആകുന്നു. ഇനി 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ സീക്ക് 90 ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. അടുത്ത ട്രിഗ്നോമെട്രിക് റേഷ്യോ കോട്ട് തീറ്റ ആകുന്നു. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, അല്ലെങ്കിൽ 1/tan തീറ്റ, അതായത് ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. കോട്ട് 0 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് ടാൻ 0 ഡിഗ്രി ആകുന്നു. 1/0 നോട്ട് ഡിഫൈൻഡ്, കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ സാധ്യമല്ല. കോട്ട് 30 ഡിഗ്രി ടാൻ 30 ഡിഗ്രിയുടെ റെസിപ്രോക്കലാണ്. 1/√3യുടെ റെസിപ്രോക്കൽ √3/1 വിച്ച് ഈസ് ഈക്വൽ ടു √3. കോട്ട് 45 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് ടാൻ 45 ഡിഗ്രി, റെസിപ്രോക്കൽ ഓഫ് 1/1. കോട്ട് 60 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് ടാൻ 60 ഡിഗ്രി. √3യുടെ റെസിപ്രോക്കൽ 1/√3, അതിനാൽ കോട്ട് 60 ഡിഗ്രി 1/√3. കോട്ട് 90 ഡിഗ്രി റെസിപ്രോക്കൽ ഓഫ് ടാൻ 90 ഡിഗ്രി. ടാൻ 90 ഡിഗ്രി വന്നിട്ട് 1/0 ആണ്. 1/0യുടെ റെസിപ്രോക്കൽ 0/1 ആകുന്നു. 0/1 ഈസ് ഈക്വൽ ടു 0. കോട്ട് 90 ഡിഗ്രി 0. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ടേബിൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ. അതുപോലെ തിരിച്ചും കൊസീക് തീറ്റയുടെ റെസിപ്രോക്കലാണ് സൈൻ തീറ്റ. ഉദാഹരണത്തിന് കൊസീക് 60 ഡിഗ്രി 2/√3 ആകുന്നു. 2/√3യുടെ റെസിപ്രോക്കൽ √3/2, അതായത് സൈൻ 60 ഡിഗ്രി √3/2 ആകുന്നു. അതുപോലെ കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ. സീക്ക് തീറ്റയുടെ റെസിപ്രോക്കലാണ് കോസ് തീറ്റ. സീക്ക് 45 ഡിഗ്രി √2. √2ൻ്റെ റെസിപ്രോക്കൽ 1/√2. കോസ് 45 ഡിഗ്രി 1/√2. ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. കോട്ട് തീറ്റയുടെ റെസിപ്രോക്കലാണ് ടാൻ തീറ്റ. കോട്ട് 90 ഡിഗ്രി 0 ആകുന്നു. 0യുടെ റെസിപ്രോക്കൽ 1/0. 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്, അതിനാൽ ടാൻ 90 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആകുന്നു. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.